ഞങ്ങളില്ലാണ്ട് ഉമ്മച്ചി ഞങ്ങളെ മിസ് ചെയ്തോ ഉമ്മച്ചി? സന്തോഷമല്ലേ. ലാസ്റ്റത്തെ വീഡിയോ എന്ന് വെച്ചാല് എങ്ങനെ മടി മാറ്റാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. ആ വീഡിയോ കഴിഞ്ഞിട്ട് പുള്ളിക്കാരി മടി പിടിച്ചിട്ടൊരു വീഡിയോ. ഇവ ബ്രൗണി, ഇവ അല്ലേ എന്നോട് ബ്രൗണി ഉണ്ടാക്കി തരാൻ പറഞ്ഞത്. ഹലോ, എന്തുണ്ട് വിശേഷം? അപ്പോൾ അതാ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ടാണ് വീട്ടിലെത്തിയിട്ട്. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ആകെ മൊത്തം ബിസി ആയിപ്പോയി. ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ആട്ടോ. എനിക്കിപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അവിടെ പോയാലും ഒന്ന് സെറ്റിൽ ആവാൻ 2 ദിവസം വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോകാണ്ടായിരുന്നു. ഇവാന ഡോക്ടറിനെ കാണിക്കാനുണ്ടായിരുന്നു, എനിക്ക് ഡോക്ടറിനെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. കാരണം കുറേ ആയാലും ഇപ്പോൾ ഓൾമോസ്റ്റ് 2 മാസത്തോളമായി ഞാനിവിടെ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കാണാം. അതൊക്കെ തന്നെ ആട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ കുറേ നാളായാലും എല്ലാവരും സച്ചുവിനെ കണ്ടിട്ട് സച്ചു എവിടെ, സച്ചു എന്താ വീഡിയോ ഇടാത്ത കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ സച്ചുവിനെ കാണിച്ചു തരാവേ. സച്ചു ഇവിടെ ഭയങ്കര പണിയിലാണ്ടാ. വലിയ ആളായിട്ട് രാവിലെ തൊട്ട് ഈ ലാപ്ടോപ്പും കുത്തിപ്പിടിച്ചിവിടെ ഇരിക്കുകയാണേ. എന്താണ് മറ്റേ ഇൻഫോർമേഷൻസ്? ഓ, പുള്ളിക്കാരി വലിയ ആളായി പോയേ. ഇവളുണ്ടല്ലോ, ഇവളെ ആമസോണിൽ വർക്ക് ചെയ്യാന്ന് വെച്ചിട്ട് ഇവളുടെ വിചാരം ആമസോണിന് മൊത്തത്തിൽ ഇവളുടെ തലയിലാണ്. എന്താണെന്നറിയോ, കഴിഞ്ഞ ദിവസം എനിക്ക് ആമസോണിന്റെ പ്രൈം മെമ്പർഷിപ്പ് കുറച്ച് ദിവസം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് 15 ഡേയ്സിന്റെ ട്രയൽ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 20 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടും എന്റെ അത് ക്യാൻസൽ ആയിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ ഇവളോടൊന്ന് പറഞ്ഞപ്പോൾ ഇവളോട് പറയാം, അയ്യോ അത് കംപ്ലൈന്റ് ചെയ്യണം, അത് എന്താണ് പറഞ്ഞത്, ഇതവിടെ ഇൻഫോം ചെയ്യണം, അങ്ങനെ പറ്റൂല, ആമസോണിന്റെ കാശാണ് പോണേന്ന്. ഞാൻ അയ്യോ എന്തൊരു ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥ. അത് ആമസോണിന്റെ ഭാഗ്യമാണ്ടോ സച്ചുവിനെ കിട്ടിയത്. സച്ചു ശരിക്കും എന്താ വീഡിയോ ഇടാത്ത? ഞാനുണ്ടല്ലോ മടി മാറാൻ വേണ്ടി വീഡിയോ ഇട്ടതല്ലേ. അപ്പൊ എല്ലാരും മടി മാറി പഠിച്ചോട്ടേന്ന് ഓർത്തു. ലാസ്റ്റത്തെ വീഡിയോ എന്ന് വെച്ചാല് എങ്ങനെ മടി മാറ്റാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയ കോമഡി. ആ വീഡിയോ കഴിഞ്ഞിട്ട് പുള്ളിക്കാരി മടി പിടിച്ചിട്ടൊരു വീഡിയോ. വേറെ കുറച്ച് റീസൺസ് കാരണമായിട്ട് സച്ചുവിന് ഒന്നാമത് സച്ചുവിന് ജോലിയായിട്ട് സച്ചു യൂസ്ഡ് ആയിട്ടില്ല. സച്ചുവിന് ടൈം മാനേജ് ചെയ്യാനായിട്ട് അറിയില്ല കേട്ടോ. സച്ചു രാവിലെ തൊട്ട് ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിപ്പാണ്. അപ്പൊ അത് തന്നെ അവള് 12 മണിക്കാണ് ഇവക്ക് ജോലിക്ക് കയറേണ്ടത്. പക്ഷെ സച്ചു രാവിലെ 10 മണി തൊട്ടേ ഇവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ സച്ചു ഒന്ന് യൂസ്ഡ് ആയി വരുന്നേ ഉള്ളൂ. അവൾ ഓക്കെ ആയി കഴിഞ്ഞാല് വീഡിയോ ഇടുമല്ലോ. പിന്നെ ഇപ്പൊ ചില സാങ്കേതിക സച്ചുവിനോട് വലിയൊരു കുരു വന്നിട്ട് ഞാൻ വീഡിയോ ഇടാം എന്ന് വിചാരിച്ചതായിരുന്നു. ഇപ്പൊ ഓക്കെ ആയി. അപ്പൊ ഞാൻ ഓക്കെ ഇനി വീഡിയോ ഇട്ട് തുടങ്ങാം. അപ്പോഴേക്കും ഞാൻ പോലും അറിയാണ്ട് ഒരു വലിയ കുരു ഇവിടെ വന്നിരിപ്പുണ്ട്. ഇത് സാധാ പിമ്പിൾ അല്ല, ഒരുമാതിരി കാണിച്ചു കൊടുക്ക്. ഇവിടെ ആള് വിളിക്കല്ലേ, ലൈവായിട്ട് കാണിക്കും. സച്ചു കാണിക്കണില്ലാണോ? സച്ചിന് വലിയൊരു പിമ്പിൾ വന്നിട്ട് ഞാൻ പറഞ്ഞ നാളെ നമുക്ക് ചലഞ്ച് വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് എന്റെ പിമ്പിള് അത് പോയാലേ ഞാൻ വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കണ്ട. ഒന്ന് കാണട്ടെ. സച്ചുവിന് ഇപ്പോഴാണ് ഈ മുഖക്കുരു നിറച്ച്. ഇത്രയും കാലമായിട്ടും സച്ചുവിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തൊക്കെയൊക്കെ ക്രീമൊക്കെ എനിക്ക് കൊണ്ട് തന്നായിരുന്നു. നമ്മുടെ ക്രീമൊക്കെ ഞാൻ കാണിക്കുന്ന ക്രീമൊക്കെ നല്ലത് തന്നെയാ. പക്ഷെ അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. പേരെന്തോ. പിന്നെ സച്ചു ആണ് എന്റെ പരീക്ഷണ വസ്തു. എന്ത് കിട്ടിയാലും സച്ചുവിന്റെ മൊത്താണ്ടോ സച്ചു പരീക്ഷിക്കണത്. അപ്പൊ സച്ചുവിന്റെ പണിയെടുക്കട്ടെ. അതാ ഉമ്മച്ചി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഉമ്മച്ചി ആണെങ്കിൽ ഇന്ന് അമ്മയുടെ കൂടെ കുട്ടിയുണ്ട്. ഉമ്മച്ചി അമ്മയുടെ കൂടെ പുറത്തു പോയേക്കാനുണ്ട്. അമ്മക്ക് വാക്സിനേഷൻ ഒക്കെ എടുക്കാൻ വേണ്ടി പോയിട്ട് ആകെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണ്. ഉമ്മച്ചിക്ക് ഇങ്ങനെ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഉമ്മച്ചിയുടെ കുറെ ഓർക്കിഡിലൊക്കെ പൂ ഇട്ടു. ഞാനില്ലാത്തോണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, ആരും കാണിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ തന്നെ ആട്ടോ പറഞ്ഞിട്ട് ഓർക്കിഡിലൊക്കെ പൂവെല്ലാം കൊഴിഞ്ഞു പോകും അല്ലേ. പെട്ടെന്ന് മഴയായതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഉമ്മച്ചി അതിന്റെ പറയിലൊക്കെ ഇങ്ങനെ നടപ്പുണ്ട്. ഞങ്ങളില്ലാണ്ട് ഉമ്മച്ചി ഞങ്ങളെ മിസ് ചെയ്തോ ഉമ്മച്ചി? സന്തോഷമല്ലേ. അതന്നെ, പണിയൊന്നും എടുക്കണ്ടല്ലോ. ഞങ്ങളില്ലെങ്കിൽ ഇവിടെ പണിയൊന്നും ഇല്ലാന്നാട്ടാ പറയണത്. ഞാനും സച്ചും കൂടെ ഇങ്ങനെ കറങ്ങി അടിച്ചാണ്. അതാണ് ഇവര് ഫുൾ ടൈം കറക്കാണ്. ഇപ്പൊ നോക്കിയാലും ഉമ്മച്ചിന്റെ വീട്ടിലാണ് കേട്ടോ. ഞാനുണ്ടെന്ന് വെച്ചിട്ട് എന്താ ഇവിടെ പണി?
ഞാൻ പണിയാണ് കൊച്ചില്ലേ ഇവാണട്ടോ ഇവിടെ മെയിൻ പണി ഉണ്ടാക്കുന്ന ആള്. ഇവ രാവിലെ എണീറ്റ് കഴിഞ്ഞാല് കൊറേ കളി സാധനങ്ങളുണ്ട്, എല്ലാം കൊണ്ടുവന്ന് അകത്ത് അടുക്കി വെച്ച് അതിങ്ങനെ ഉമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് അടുക്കി പറക്കണം. പിന്നെ ഇവ വന്നിട്ട് അത് കൊട്ടും. ഇത് എന്നാണ് ഇവാടെ പണി. ഉണ്ട് ഇനിയിപ്പോ ഉമ്മച്ചി കുറച്ചാളൊക്കെ റെസ്റ്റ് എടുത്തോ, ഇനി ഉമ്മച്ചി റെസ്റ്റ് ഒക്കെ എടുത്തോടെ ഇരുന്നോ അല്ലേ? പിന്നെ നിങ്ങളെ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. എന്റെ ഓർക്കിഡിലൊക്കെ നിറച്ചും പൂ പിടിച്ചത് മഴയാത് കാരണം പെട്ടെന്ന് എല്ലാം പോയി. എന്റെ വലിയ നല്ല ഭംഗിയുള്ള പൂവായിരുന്നു വലിച്ചിട്ടുണ്ട്. എല്ലായിടും എല്ലാ പൂവും പിടിച്ചു. ഇനി മുട്ട് വരുന്നുണ്ട്. ഇതൊക്കെ പോയത് മഴയായതുകൊണ്ട് പെട്ടെന്നെല്ലാം കേടാന്ന്. മുക്കറയിലെല്ലാം പൂവായിരുന്നു. കറയൊക്കെ ഇപ്പം പൂവൊക്കെ ആയി. എനിക്ക് സങ്കടമായിരുന്നു കേട്ടോ, വീഡിയോ എടുക്കാൻ പറ്റണില്ല, ആരെയും കാണിക്കാൻ പറ്റണില്ല. അകത്തൊക്കെ പൂവൊക്കെ പിടിച്ചിപ്പുണ്ട് കേട്ടോ കുറച്ചൊക്കെ. വെട്ടമില്ലാത്തോണ്ട് ഒന്നും കാണില്ല. പിന്നെ അതേ വഴിയിലൊക്കെ വെറുതെ വെച്ചിരിക്കുന്ന അതിലെല്ലാം നിറച്ചും അങ്ങ് പോവാ. അതാ ഇവിടെയൊക്കെ എല്ലാ ഓർക്കിഡ്സിലും പൂ പിടിച്ചിട്ടുണ്ട് കേട്ടാ. എന്തൊരു സന്തോഷം നോക്കിക്കേ. ഉമ്മച്ചി ബാംഗ്ലൂർ പോവാണ് കേട്ടാ. അതാ ഇപ്പൊ വിഷമം. ഓർക്കിഡും ചെടിയൊക്കെ ഇട്ടിട്ട് പോകണം. സച്ചുവിന് ഇനിയിപ്പോ ജാനുവരി തൊട്ടൊക്കെ ബാംഗ്ലൂരോട്ട് പോകണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവർക്ക് ഇതുവരെ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ ജാനുവരി ഒക്കെ ആകുമ്പോൾ ബാംഗ്ലൂർ പോകണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചി മിക്കാറും ഉമ്മച്ചിയും കൂടെ പോകുന്നു പറഞ്ഞാട്ടോ. ഉമ്മച്ചിക്ക് സച്ചുവിനെ ഒറ്റയ്ക്ക് വിടാനായിട്ട്. ഉമ്മച്ചി പണ്ട് എങ്ങനെ കേട്ടോ ദൂരത്ത് മീൻസ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ബാംഗ്ലൂരൊക്കെ പ്ലേസ്മെന്റ് വന്നാൽ ഉമ്മച്ചി വിടൂല്ല. ഉമ്മച്ചി ബാംഗ്ലൂരൊന്നും ജോലിക്ക് പോകണ്ട. ഉമ്മച്ചിക്ക് ഇങ്ങനെ പേടിയാട്ടോ അങ്ങനെ. അപ്പൊ ഉമ്മച്ചിയും കൂടെ പോണു എന്നും പറഞ്ഞാണ് നിൽക്കണത് ബാംഗ്ലൂര്. അപ്പൊ ഉമ്മച്ചിയുടെ ചെടിയൊക്കെ എന്ത് ചെയ്യും? വിഷമമുണ്ട്. പിന്നെ അതിനെക്കാട്ട് വരുന്നത് കുഞ്ഞല്ലേ. സച്ചു പറയണേ എന്നെ എവിടെയും ഒറ്റയ്ക്ക് വിടത്തില്ല. സച്ചു അവിടെ നിങ്ങൾ കൂടെ വരാൻ നിൽക്കണം. സച്ചു വിളിച്ചിട്ടാണ് ഉമ്മച്ചിയും പപ്പായും പപ്പാക്ക് അവിടെ ഇറക്കി കിട്ടുമല്ലോ, അവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ട്. ഓട്ടെ കുറച്ചാള് പോയി ബാംഗ്ലൂരൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം അല്ലേ? അപ്പൊ ഇനി കുറച്ചാള് അങ്ങനെ വിചാരിക്കണേട്ടോ, ഉറപ്പൊന്നുമില്ല. അങ്ങനെ ആണെങ്കിൽ ചിലപ്പോ ജാനുവരി ഒക്കെ കഴിഞ്ഞിട്ട് ഇവള് പോയി കഴിഞ്ഞിട്ട് മിക്കവാറും ഉമ്മച്ചിയും ബാംഗ്ലൂരോട്ട് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഉമ്മച്ചി ദുബായിക്ക് വരുന്നു ഉമ്മച്ചി. അയ്യോ ഞാൻ പറയണില്ല, ഞാൻ ദുബായിൽ പോയി കഴിഞ്ഞാൽ ഉമ്മച്ചിയും പപ്പായും കൂടെ അങ്ങോട്ട് വാ, പപ്പാക്ക് അവിടെ വല്ല ജോലിയൊക്കെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് അവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മച്ചിക്ക് താല്പര്യമില്ല കേട്ടോ. ദുബായിലെന്ന് പറയുന്നത് ഒത്തിരി ബാംഗ്ലൂർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അടുത്തല്ലേ, നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വരാം. ദുബായിലൊക്കെ നമ്മൾ പെട്ടുപോകും. പക്ഷെ ഞാൻ വിചാരിക്കണ ഉമ്മച്ചിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവാക്കൊക്കെ ഒരു എന്താ പറയാ, ഇപ്പൊ ഞാനൊക്കെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇവാക്കൊരു കൂട്ടാവുമല്ലോ എന്ന്. പക്ഷെ ഉമ്മച്ചിക്ക് ദുബായിൽ വരാൻ ഇഷ്ടമില്ല. ഉമ്മച്ചിയുടെ നാട്, ഉമ്മച്ചിയുടെ ചെടി, ഉമ്മച്ചിയുടെ പൂച്ച. അതൊരു പൂച്ച, ഞങ്ങളുടെ ഒരു പൂച്ചക്കുട്ടി പ്രസവിക്കാനായിട്ട് കിടക്കാണ്ടാ. അപ്പൊ അതിന്റെ പ്രസവം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മച്ചി. അവിടെ 4 കുഞ്ഞുങ്ങളായി. 4 കുഞ്ഞുങ്ങളായി. ഇനിയിപ്പോ ഞങ്ങളുടെ ഇവിടെ എല്ലാ പൂച്ചകളും 5 എണ്ണാട്ടോ. 5 കുഞ്ഞുങ്ങളാണ് കണക്ക്. അല്ല, ഈ വീട്ടിൽ വന്നിട്ടുള്ള എല്ലാ പൂച്ചയ്ക്കും 5 തന്നെ കേട്ടാ. അപ്പോ അതിന്റെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 4 കുഞ്ഞു വരെ എത്തി. ഒരു കുഞ്ഞും കൂടെ ഇങ്ങനെ വരും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ വേറെന്താണ് ഉമ്മച്ചി വിശേഷങ്ങൾ? ഓർക്കിഡ് കാണിക്ക്. ഇവിടെ മഴയൊക്കെ പെയ്തട്ടെ ആകെ ചെളിയായിട്ട് കിടക്കാണ്ട്. ഇവിടെ പറമ്പൊക്കെ കുറച്ച് മണ്ണൊക്കെ അടിക്കണേ. ഇനി ആകെ മൊത്തം ചെളിയായിട്ടുണ്ട്. ഇതാ കേട്ടാ, ഇതൊക്കെയാണ് ഉമ്മച്ചി പറയണേ. കാണിച്ചു കൊടുക്ക് പറയണ ഓർക്കിഡ്സ് ഒക്കെ. ഇവിടെയൊക്കെ ഇങ്ങനെ ഓർക്കിഡ് നിറച്ച് പിടിച്ചിട്ടുണ്ടേ. ഞങ്ങളെ വർത്താനം പറയുമ്പോ പെട്ടെന്നൊരു മഴ കേട്ടാ. അകത്ത് നല്ല വെയിലത്ത് മഴ പെയ്തോണ്ടിരിക്കുകയാണേ. അകത്ത് വാ. ഞാൻ കഴിഞ്ഞ ദിവസം എന്താ 2 ഫുഡ് വെയർസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മാർക്ക് ലോയോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് വെയർസ് ആണ്. അത്യാവശ്യം പ്രൈസും ഉണ്ട് കേട്ടോ. ഇതിന് ഒരുപാട് പ്രൈസ് ഒന്നല്ല, 1000 ആ ഒരു റേഞ്ചിലാണ്. ഇതിന് 999 ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. പക്ഷേ നല്ലൊരു കളറാണ്, നല്ല അതിൻ്റെ കളർ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഇത് ഇട്ടിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫുഡ് വെയർ ആണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു ഷൂസ് ആണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെ അല്ലെ എങ്ങനെ എന്ത് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 2000 എന്തായിരുന്നു. നമുക്കത് ആമസോണിൽ ഇപ്പോൾ ഓഫറിൽ എനിക്ക് 800 സംതിങ്ങിനാട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും ആ ഒരു പ്രൈസേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇത്
നല്ലൊരു കളറായിട്ട് രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇവക്കുട്ടിക്ക് ഒരു ഷൂസ് വാങ്ങിയിട്ടുണ്ട്. ഇത് മാക്സിന്റെ ഷൂസ് ആണ് കേട്ടോ. ഇവാക്ക് അങ്ങനെ പൊതുവേ ഷൂസ് വാങ്ങൽ കുറവാണ്, കാരണം അവളുടെ കാല് വേഗം വലുതായി പോട്ടെ. ഇവാക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വേഗം കാലൊക്കെ വലുതായിട്ട് 1 മാസം 2 മാസം അതിനപ്പുറം ഇടാൻ പറ്റൂല കേട്ടോ ഷൂസ് വാങ്ങിയാൽ. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഷൂസ് ഇട്ട് നടക്കണ ആ ഒരു ഭംഗി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ അങ്ങനെ ഷൂസ് വാങ്ങിയിട്ടുണ്ട്. ഇവാക്ക് നല്ല ഇഷ്ടമായിട്ടായത്. പിന്നെ അതാ ഒരു ജീൻസും ടോപ്പും വാങ്ങിയിട്ട് ഇവാക്ക്. ഇത് ഹോപ്പ് സ്കോച്ചിൻ്റെ ആണ് കേട്ടോ. ഈ ഒരു സ്ക്രാച്ച് വന്നിട്ടുള്ള ഒരു ജീൻസ് ആണ് കേട്ടോ, ബെൽറ്റൊക്കെ ആയിട്ട്. അതിനൊരു ബ്ലാക്ക് കളർ ടോപ്പാണ്. ഇത് കുറേ ആയിട്ട് ഞാൻ ഇങ്ങനെ നോക്കി വെച്ചിട്ടുള്ളതാണ് ഇവാക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നല്ലതാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. 1000-ന്റെ അടുത്തായിരുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ട്. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങി കൂട്ടുന്നുണ്ട്. അപ്പോൾ അതിന് റീസൺ ഉണ്ട് കേട്ടോ. റീസൺ എന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഞാൻ ഇനി പോയിട്ട് കുറച്ച് ബ്രൗണീസ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായിട്ടൊരു വീഡിയോ കണ്ടിട്ട് ബ്രൗണി ഉണ്ടാക്കി നോക്കണം എന്ന് ഭയങ്കര ആഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഇവാണെങ്കിൽ ഇതാ കുറേ നേരമായിട്ട് അതും കണ്ടിട്ട് പിറകെ നടപ്പുണ്ട്, ഉണ്ടാക്കിത്താന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ബ്രൗണീസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വരാവേ. തിന്നല്ലേ ഉണ്ടാക്കി തരാം. കടിച്ച് തിന്നല്ലേ വാ. ഞാൻ ഇന്നലെ ഡാർക്ക് കോമ്പൗണ്ടൊക്കെ വാങ്ങിക്കണ തൊട്ട് ഇവ തുടങ്ങിയാണ്ടോ വേഗം ഉണ്ടാക്കിത്താന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ബ്രൗണി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എന്താവും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല, ഒരു പരീക്ഷണമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ ബ്രൗണി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു 50 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും ഒരു 60 ഗ്രാം ബട്ടറാണ് കേട്ടോ. ഇത് രണ്ടും കൂടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഇത് നല്ലോണം ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം പഞ്ചസാര പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവ ഭയങ്കര സഹായമായിരുന്നു കേട്ടോ. ഇവ സഹായിച്ച് അവിടെയുള്ള ഉപ്പുപാത്രമൊക്കെ തട്ടി താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരട്ടി പണിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ മൈദയും ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഒന്ന് അരിച്ചെടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാറുണ്ടോ. നല്ലോണം സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് കുറച്ചായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവ എവിടെയെന്നോട് ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കാണ്ട് അത് കഴിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവളത് കേൾക്കാണ്ടിരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഒരു പാത്രത്തിലോട്ട് ഈ ഒരു മിക്സർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ മോൾഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഞാനപ്പോൾ അതിൻ്റെ മേലേക്ക് കുറച്ച് ഹേസൽ നട്ട്സ് ഒക്കെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 45 മിനിറ്റ്സ് ഞാനിത് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബേക്ക് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഫൈനലി ഇതാ കുറച്ച് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രൗണിയുടെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവ കുട്ടി ബ്രൗണി കഴിച്ചു നോക്ക്. നക്കാനല്ല, കഴിച്ചു നോക്കാൻ. കഴിച്ചു നോക്കി വാ, നല്ലതായി വാ. കഴിഞ്ഞൊന്നും അല്ലാതെ നോക്കിക്കേ, കഴിച്ചു നോക്കിക്കേ. കഴിച്ചു ഒന്ന് കഴിച്ചു നോക്ക്, ടേസ്റ്റ് ഉണ്ടാ. ഞാൻ കഴിഞ്ഞതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ്. ആക്ച്വലി ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അതായത് എൻ്റെ ബ്രൗണി കുറച്ച് കരിഞ്ഞു പോയിട്ടാ. ഞാനിത് ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ചധികം നേരം അതായിരുന്നു അങ്ങോട്ട് കുക്കായി പോയിട്ടോ. ഞാൻ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യാറുള്ളത്, പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെ പണി കിട്ടാറില്ല. പക്ഷെ ഇതെന്താണെന്നറിയില്ല, കുറച്ച് കരിഞ്ഞു പോയി. അതുകൊണ്ട് ഇവക്ക് തന്നെ വേണ്ട കേട്ടോ. അല്ലാണ്ട് എന്ത് മധുരം കിട്ടിയാലും കഴിക്കണം ഇവാണ്. ഇവ പറയണേ എനിക്ക് വേണ്ട, കരിഞ്ഞതെന്നും പറഞ്ഞ് ഓടിപ്പിക്കുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ ബ്രൗണി? സത്യമായിട്ടും കരിഞ്ഞു പോയായിരുന്നു, കുറച്ച് കരിഞ്ഞു പോയി. കഴിഞ്ഞതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അത് ഇച്ചിരി കട്ടിയായിട്ടിരിക്കൂടാ. നമുക്ക് നമ്മുടെ കരിഞ്ഞ ബ്രൗണി സച്ചുവിനോണ്ട് കൊടുക്കാട്ടാ. സച്ചു കഴിച്ചു നോക്കൂ. കൊള്ളാന്നാ. ഇതിലെവിടെയാ കഴിഞ്ഞത്? കഴിഞ്ഞ ഭാഗമൊക്കെ ആക്ച്വലി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ്. കുറച്ച് ഞാൻ പകുതിയോളം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാ. അതെന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയാം. ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്.
ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കുറച്ചൊന്നും കരിഞ്ഞു പോയിന്നേ ഉള്ള കേട്ടോ. ഇവാക്ക് ബ്രൗണി വേണ്ട? ഇവ ബ്രൗണി ഇവ അല്ല എന്നോട് ബ്രൗണി ഉണ്ടാക്കി തരാൻ പറഞ്ഞത്. ഇവ ഒരു തരി പോലും കഴിച്ചു നോക്കിയില്ല കേട്ടാ. ഇവക്ക് എന്താ ഇവ വേണ്ടാത്ത? ഇവ എല്ലാവർക്കും കൊണ്ട് കൊടുക്കാട്ടാ. ഈ എന്താ പറയാ, നമ്മൾക്ക് വേണ്ടാത്ത സാധനങ്ങൾ നമ്മളിങ്ങനെ സെയിൽ ചെയ്യാൻ നടക്കൂല. ഇവ അതുപോലെ എല്ലാവർക്കും കൊണ്ട് കൊടുത്തിട്ട് എന്താ പറയാ, എല്ലാരെയും കൊണ്ട് തീറ്റിക്കാട്ടോ. അല്ലെങ്കിൽ ഇവ ആർക്കും ഒന്നും കൊടുക്കാറില്ല, അല്ല ഇവ സ്വന്തമായിട്ട് തിന്നലാണ്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്താ എല്ലാരെയും കഴിക്കുന്നു പറഞ്ഞ് ഇവ കൊണ്ട് തീറ്റിക്കാണ്. ആക്ച്വലി അത്ര വലിയ ബോറായിട്ടൊന്നും ഇല്ല കേട്ടോ, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ആ ഒരു കരിഞ്ഞു പോയ പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇത്ര അധികം നേരം വെക്കണ്ട, കുറച്ച് നേരത്തെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്ന് വിചാരിക്കാട്ടോ. അപ്പോൾ എന്താ പറയാ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് മതിയായിട്ടോ, കാരണം വലിയ ആഗ്രഹിച്ചൊരു സാധനം ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കരിഞ്ഞു പോയപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ അധികം അബദ്ധങ്ങൾ പറ്റാറില്ല കേട്ടോ. ഞാൻ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആവാറുണ്ട്, പെർഫെക്റ്റ് ആവാറുണ്ട്. പക്ഷെ ഇത് ഞാനിങ്ങനെ 1-2 ചാനൽസ് റെഫറൻസ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2-3 ചാനൽസിലും പലതാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ അതനുസരിച്ച് അങ്ങനെ ഞാൻ ചെയ്യുന്നതല്ലാത്ത അത്രയും നേരം അങ്ങനെ വെച്ചോട്ടോ, അതങ്ങനെ കരിഞ്ഞു പോയത്. എന്നാലും കുഴപ്പമില്ല, പക്ഷേ എന്താ ഒരു സങ്കടം കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഞാൻ കുറേ ഭാഗം കട്ട് ചെയ്തു, എൻ്റെ ഹാഫോളം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സച്ചുവിന് ഇഷ്ടമാകുന്ന സച്ചു എന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വേഗം തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.